എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അവസാനത്തെ അധ്യായമാണ്. പൂർണ്ണത്തിൽ നിത്യമായി ആഴാം വാഴാം എന്നാണ്. അതിന്റെ ആ തലക്കെട്ട് പോലും കേട്ട് കഴിഞ്ഞാൽ അവസാനം എത്തി എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് അത് അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു പരാജയമായി പോവും. അപ്പോ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ആ സത്യത്തിൽ ആഴണം, വാഴണം. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം, വാഴണം നിത്യം, വാഴണം വാഴണം സുഖം എന്നാണ്. അതില് നിത്യമായും ആണ്ട് വാണാൽ മാത്രമേ സുഖമായിരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നിത്യവും അതിനെ ധ്യാനം ചെയ്യണം. താൻ ആര് എന്ന ആ ബോധസ്വരൂപത്തിനെ, അറിവേ സ്വരൂപമായ തന്റെ അസ്തിത്വത്തിനെ മറക്കാതിരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ധ്യാനം. അതിനെയാണ് നമ്മൾ അതിൽ തന്നെ നിരന്തരം വാഴണം എന്നുദ്ദേശിക്കുന്നത്. മറക്കാതിരിക്കണം എന്നാണ്. തന്റെ സ്വരൂപത്തിനെ ഒരിക്കലും മായയുടെ ഭ്രമത്താൽ മറന്നു പോകാൻ പാടില്ല. അതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ അവസാനത്തെ പാഠഭാഗം വായിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളുടെ കൂടെ വിശദമായി പറഞ്ഞ് എങ്ങനെയാണ് നമ്മുടെ ഉപാസന, എന്ത് സാധനയാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഏത് സാധനാ മാർഗമാണ് നമ്മളെ അവിടെ സത്യത്തിൽ എത്തിക്കുന്നത് എന്നറിഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. അപ്പോ ഈശാവാസ്യ ഉപനിഷത്തിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഗുരു പറയാണ്, ആദ്യമായി പറയാനുള്ളത് ഇതുവരെ പഠിച്ച പാഠങ്ങളെല്ലാം ആവർത്തിച്ച് വായിച്ച് മനനം ചെയ്യണമെന്നതാണ്. അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ആവർത്തിച്ച് ഇതിനെ മനനം ചെയ്യണം. നിരന്തരം ഇതിനെ മനനം ചെയ്യണം, ഈ കേട്ടതിനെ. അപ്പോ അതിന് കാരണം വീണ്ടും പറയുന്നത്, നമ്മൾ എത്രത്തോളം ഇതിനെ ഗ്രഹിച്ച് അനുഭവിക്കുന്നു അത്രത്തോളം മാത്രമേ നമുക്കിത് പ്രചരിപ്പിക്കാൻ പറ്റൂ. അപ്പോ അങ്ങനെ അത് സാധിക്കണമെങ്കിൽ നമ്മളാണ് മനനം ചെയ്യേണ്ടത്. ശ്രവണം, അവിടെ ഒരു ശ്രോതാവും ഒരു വക്താവും ഉണ്ട്. കേൾക്കുന്ന ആളും പറയുന്ന ആളും ഉണ്ട്. ഇപ്പൊ ഈ കേൾക്കുന്ന പ്രക്രിയ പോലെ പറയുന്നത് ഇവിടുന്നും അവിടെ നിന്ന് കേൾക്കുകയും ചെയ്യുകയാണ്. അപ്പോ ഇനി അടുത്ത ഘട്ടം, ശ്രവണം കഴിഞ്ഞാൽ മനനമുണ്ട്. ഈ കേട്ടതിനെയെല്ലാം സ്വയം മനനം ചെയ്യണം. തന്റെ മനസ്സിൽ തന്നെ ഈ സത്യത്തിനെ തീർപ്പ് കൽപ്പിച്ച്, അതായത് നിശ്ചയാത്മിക ബുദ്ധിയിൽ ഈ ആധ്യാത്മിക വിദ്യയെ ഉറപ്പിച്ച് നമ്മുടെ മനസ്സുകൊണ്ട് ഈ കേട്ടതിനെയെല്ലാം ശ്രുതി പ്രമാണമാക്കി, ഉപനിഷത്ത് പ്രമാണമാക്കി ഇതിനെ മനനം ചെയ്യണം. അതായത് യുക്തിയാണ് മനനം ചെയ്യുന്നത്. അപ്പൊ ഗുരു ഇവിടെ പറയുന്നുണ്ട്, ശ്രവണം, മനനം, പിന്നെ നിധിധ്യാസനം. നിധിധ്യാസനം എന്ന് പറയുന്നത് അനുഭവമാണ്. അപ്പോ ശ്രവണം എന്നത് ശ്രുതിജ്ഞാനം, മനനം എന്നത് യുക്തിജ്ഞാനം, അത് കഴിഞ്ഞാൽ നിധിധ്യാസനം എന്നത് അനുഭവജ്ഞാനം. ശ്രവണം, മനനം, നിധിധ്യാസനം. അതിന്റെ താഴെ നോക്കിയാൽ ശ്രവണത്തിന്റെ താഴെ ശ്രുതിയാണ് ശ്രവണം ചെയ്യേണ്ടത്, ഉപനിഷത്താണ് ശ്രവണം ചെയ്യേണ്ടത്. ശ്രവണം ശ്രുതിയാണ്, മനനം യുക്തിയാണ് മനനം ചെയ്യേണ്ടത്. അപ്പൊ യുക്തി മനനവും. അത് കഴിഞ്ഞാൽ നിധിധ്യാസനം, അതിന്റെ താഴെ അനുഭവമാണ് നിധിധ്യാസനം. അതിനെ അറിഞ്ഞ് അനുഭവിക്കണം, അവസാനത്തെ ഘട്ടം. അപ്പോ ഈശാവാസ്യ ഉപനിഷത്ത് ആവർത്തിച്ച് മനനം ചെയ്യണം. അതുപോലെ വീണ്ടും പറയുന്നു, ഈ ഓഡിയോ കേൾക്കുമ്പോഴെല്ലാം പുസ്തകം കൂടി എടുത്തു വെച്ച് വേണം കേൾക്കാൻ. ഇതുപോലെ അല്ല വായിക്കുന്നതെങ്കിലും പല പാരഗ്രാഫുകളും ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ആവർത്തിച്ച് മനനം ചെയ്തെടുക്കേണ്ടതാണ്. വെറുതെ വായിച്ചു പഠനമല്ല, അവനവന്റെ ഉള്ളിൽ അതിനെ മനനം ചെയ്തെടുക്കണം. അപ്പോ ഇവിടെ ഗുരു പറഞ്ഞു 18 മന്ത്രങ്ങളേ ഉള്ളൂ, പക്ഷെ അത് മുഴുവൻ മനഃപ്പാഠമാക്കിയാൽ നല്ലത് എന്നാണ്. അങ്ങനെ സാധിക്കുമെങ്കിൽ അങ്ങനെ മനഃപ്പാഠമാക്കിയിട്ടുള്ളവരെയൊക്കെ എനിക്ക് കുറച്ചുപേരൊക്കെ അറിയാം ഇതിനകത്ത്. അത് ചൊല്ലുന്നതിലല്ല, ആ ചൊല്ലുന്നതിന്റെ ഭാവം ഉൾക്കൊള്ളുന്നതിലാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് സ്ഥിരമായാൽ ആ മന്ത്രങ്ങളെയെല്ലാം നമുക്ക് ഉരുവിട്ട് നടക്കാം. അപ്പോ ശ്ലോകവും മന്ത്രവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈശാവാസ്യ ഉപനിഷത്തിനെ ഒരു ശ്ലോകമായിട്ടോ പദ്യമായിട്ടോ വിളിക്കുന്നില്ല. അതിന് കാരണം മനനം ചെയ്യാത്തവർക്ക് അത് മന്ത്രമല്ല, അത് ശ്ലോകമാണ്. മനനം ചെയ്യുകയാണെങ്കിൽ അത് മന്ത്രമാണ്. ഇത് മുമ്പൊരിക്കലും നമ്മളൊരു ക്ലാസ്സിൽ പരാമർശിച്ചിട്ടുണ്ട്. അതായത് ശ്ലോകം എന്ന് നമുക്ക് ഏതിനെയും വിളിക്കാം. ഛന്ദസ്സൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ അർത്ഥവത്തായിട്ട് എഴുതിയിരിക്കുന്നതിനെയെല്ലാം നമുക്ക് ശ്ലോകമെന്നോ പദ്യമെന്നോ ഒക്കെ വിളിക്കാവുന്നതാണ്. പക്ഷെ മന്ത്രം എന്ന് വിളിക്കുന്നെങ്കിൽ ആ ശ്ലോകത്തിനെ നമ്മൾ മനനം ചെയ്ത് അതിനെ കൊണ്ട് ത്രാണനം ചെയ്യണം. എന്തിനെ ത്രാണനം ചെയ്യണം? ദുഃഖത്തിനെ ത്രാണനം ചെയ്യണം. മനസ്സുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അതിനെ ചിന്തിച്ച് അതിനെ കൊണ്ട് നമ്മുടെ ദുഃഖം മാറുമെങ്കിൽ അത് മന്ത്രമാണ്. അപ്പൊ ഏതൊരു ശ്ലോകത്തിനെയും നമുക്ക് വേണമെങ്കിൽ മന്ത്രമാക്കിയെടുക്കാം. അതുകൊണ്ടാണ് മന്ത്രദ്രഷ്ടാക്കൾ എന്ന് വിളിക്കും. ഇപ്പൊ ഗായത്രി മന്ത്രം അതിന് ഉദാഹരണമാണ്. ഗായത്രി മന്ത്രം വേദത്തിൽ നിന്നും കണ്ടെടുത്ത് വിശ്വാമിത്ര മഹർഷി
അതിനെ മനനം ചെയ്ത് കാര്യസാധ്യത്തിന് ഉപയോഗിച്ചതുകൊണ്ടാണ് ഗായത്രിയുടെ എപ്പോഴും ഗായത്രിയുടെ ദ്രഷ്ടാവ് വിശ്വാമിത്രനാണ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ശ്ലോകത്തിനെ മന്ത്രമാക്കി മാറ്റിയതാണ് അവിടെ. പക്ഷെ ഈശാവാസ്യ ഉപനിഷത്ത് മന്ത്രമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാം. ആ 18 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും നമുക്ക് മന്ത്രമായിട്ട് എടുത്ത് ഉൾക്കൊള്ളാവുന്നതാണ്. ഇതുപോലെ ഒരു കൃതിയാണ് സൗന്ദര്യലഹരി. സൗന്ദര്യലഹരി ശങ്കരാചാര്യ സ്വാമികളുടെ 100 ശ്ലോകങ്ങളാണ്. അതിൽ ഏത് ശ്ലോകത്തിന് വേണമെങ്കിലും നമുക്ക് അതിനെ സ്വതന്ത്രമായി എടുത്ത് ഓരോ ശ്ലോകത്തിനെയും സ്വതന്ത്രമായി എടുത്ത് ഉരുവിട്ട് മനനം ചെയ്താൽ അത് നമുക്ക് മന്ത്രമായിട്ട് എടുത്ത് നമ്മുടെ സാധനാ മാർഗത്തിന് ഉപയോഗിക്കാം, സത്യത്തിനെ കണ്ടെത്താൻ ഉപയോഗിക്കാം. ഇനി എന്റേതായിട്ടുള്ളൊരു വേർഷൻ പറയുകയാണ്, വേണമെങ്കിൽ എടുത്താൽ മതി. ആത്മോപദേശ ശതകവും അങ്ങനെ ഒരു കൃതിയാണ്. വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ശ്ലോകത്തിനെ എടുത്ത് മനനം ചെയ്ത് മന്ത്രം പോലെ ആക്കി നടന്നാൽ ഒരുപക്ഷെ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. എന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും അത് എടുക്കാവുന്നതാണ്. തള്ളിക്കളയണമെങ്കിലും തള്ളിക്കളയാം. അതിന്റെ സ്വാതന്ത്ര്യം വേദാന്തം തന്നിട്ടുണ്ടെന്നാണ്. ഓക്കെ, നമുക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് ആത്മോപദേശത്തിന്റെ ആദ്യത്തെ ശ്ലോകം. അതുപോലെ 100ാമത്തെ ശ്ലോകം. അതുപോലെ അഹം ഇരുളല്ല, ഇരുളാകിൽ അന്ധരായി നാം അഹമഹം എന്നറിയാതിരുന്നിടേണം എന്ന് പറയുന്നതെല്ലാം നമ്മളൊന്ന് മനനം ചെയ്ത് നോക്കൂ. അപ്പോ അതിന്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അർത്ഥം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് വേദാന്ത യുക്തിയിൽ വരുന്നതാണ്. എന്താണോ നമ്മൾ ആവർത്തിച്ച് മനനം ചെയ്യുമ്പോൾ അത് നമുക്ക് ശാന്തി ഉണ്ടാക്കി തരുന്നത്, സുഖമുണ്ടാക്കി തരുന്നത്, അതിന്റെ അർത്ഥം ദുഃഖമാറിയെന്നാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി തരുന്നതാണെങ്കിൽ അത് മന്ത്രം തന്നെയാണ്. ഇത് വായിച്ചു നോക്കാവുന്നതാണ്. ഗുരു പിന്നെ പറഞ്ഞിട്ടുണ്ട്, മനനാത് ത്രാണാദിതി മന്ത്രഃ എന്നാണ് സംസ്കൃതത്തിൽ മന്ത്രം എന്ന വാക്കിനർത്ഥം പറയുന്നത്. അതായത് മനനം നിമിത്തവും അതുവഴി ലഭിക്കുന്ന ത്രാണന നിമിത്തവും ഇത് മന്ത്രമായി എന്നർത്ഥം എന്നാണ്. മനനം ചെയ്യുക എന്നാൽ വീണ്ടും വീണ്ടും അതിന്റെ ആഴത്തിലുള്ള അർത്ഥത്തെപ്പറ്റി ധ്യാനപൂർവ്വം ചിന്തിക്കുക. ഇത് ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ ഇനി ഈ ഒരു പുസ്തകം ഇതിനെ വീണ്ടും വീണ്ടും മനനം ചെയ്യാൻ. ഇതൊരു ധ്യാന സമാനമാക്കി തീർക്കണം എന്നാണ്. അപ്പൊ നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് ഒരു നിവൃത്തി ഉണ്ടാവും. ഒക്കെ ബാക്കിയെല്ലാം വായിച്ചു നോക്കണം. പിന്നെ പറഞ്ഞത് ശാന്തി പാഠത്തിനെ കുറിച്ചാണ്. എല്ലാ ഉപനിഷത്തുകളിലും ഒരു ശാന്തി മന്ത്രം ഉണ്ടായിരിക്കും. അപ്പൊ ജീവിതത്തിൽ ദുഃഖശാന്തി ഉണ്ടാകാൻ എന്താണ് വഴിയുള്ളത് എന്ന് ചോദിച്ചാൽ അതാണ് എല്ലാ ഉപനിഷത്തിന്റെയും അവസാനത്തതോ ആദ്യത്തേതോ ആയ മന്ത്രം പോലെ കാണും. ചിലപ്പോൾ മംഗള ശ്ലോകമായിരിക്കും. അപ്പൊ അങ്ങനെ കാണുന്നത് ശാന്തി മന്ത്രം. ഒരുപാട് ശാന്തി മന്ത്രങ്ങൾ പലരും കേട്ട് കാണും. അപ്പൊ ഇതെല്ലാം ശാന്തി മന്ത്രമാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ് പൂർണ്ണമായ ശാന്തി മന്ത്രം. വേറെ ശാന്തി മന്ത്രം കേട്ട് കാണും, സഹനാവവതു, അതെല്ലാം ശാന്തി മന്ത്രമാണ്. പല ഉപനിഷത്തുകളുടെ നമ്മൾ പ്രത്യേകിച്ച് പറയുന്ന ദശോപനിഷത്തുകളുടെയൊക്കെ കൂട്ടത്തില് ശാന്തി മന്ത്രങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോ ഇപ്പൊ ഈ പറഞ്ഞ ശാന്തി മന്ത്രത്തിന്റെ അർത്ഥം നമുക്ക് നോക്കണം. എന്താണ് പൂർണ്ണം? പൂർണ്ണം എന്നാൽ അഭാവമില്ലാത്തത് എന്നർത്ഥം, കുറവില്ലാത്തതാണ് പൂർണ്ണം. നമ്മൾ പറയുന്നുണ്ട്, ഏതാണ് പൂർണ്ണമായ അനുഭവം? നമ്മുടെ ഉണ്ട് എന്ന അനുഭവം ശ്രദ്ധിക്കൂ, അത് പൂർണ്ണമാണ്. അത് അല്പമല്ല. തനിയെ പറഞ്ഞു നോക്കൂ, ഉണ്ട്, ഞാനുണ്ട് എന്ന അനുഭവത്തിൽ എവിടെയെങ്കിലും കുറവ് വരുന്നുണ്ടോ? അത് പൂർണ്ണമായ അനുഭവമാണ്. അത് അല്പം മെലിഞ്ഞോ തടിച്ചോ അല്ല ഇരിക്കുന്നത്. അതിനൊരു ക്ഷീണവുമില്ല. അപ്പൊ അത് നോക്കിയാൽ മതി, അതിനൊരു കുറവുമില്ല. എല്ലാവരും പൂർണ്ണമായി ഉണ്ട് എന്ന് അനുഭവിക്കുന്നത് തന്നെ പൂർണ്ണാനുഭവം. ഇതിനെ ഇടതടവില്ലാതെ സത്യമറിഞ്ഞ് സുഖമായി ഉൾക്കൊള്ളുന്നതാണ് നിർവാണം, മോക്ഷം. അപ്പോഴാണ് ബ്രഹ്മാനുഭവം ഉണ്ടാകുന്നത്. നമ്മുടെ ആത്മാനുഭവം പോലും, ഞാനുണ്ട് എന്ന ജീവന്റെ അനുഭവം പോലും പൂർണ്ണമാണ്. അതിനെ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടും നിസ്സാരമായി കളയുന്നത് കൊണ്ടുമാണ് അതിനെ അറിയാതിരിക്കുന്നത്. അതിൽ ഒരുപാട് ചിന്തകൾ വന്നു കയറുന്നത് കൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ മനസ്സിന്റെ തലത്തിൽ എത്തിപ്പോകുന്നത്. പക്ഷെ പൂർണ്ണമായ തന്റെ സ്ഥിതിയെ ഇടയ്ക്കെങ്കിലും ഒന്ന് വിചാരം ചെയ്ത് നോക്കൂ. സുഷുപ്തി, പൂർണ്ണമായ ആ സുഷുപ്തിയിൽ പോലും പൂർണ്ണാനുഭവമാണ്. നല്ല ഉറക്കത്തില്, നല്ല ഉറക്കം, ഡീപ് സ്ലീപ്പിനെയാണ് പറയുന്നത്, മയക്കമല്ല, സ്വപ്നവുമല്ല. നല്ല ഉറക്കത്തിൽ അത് പൂർണ്ണമെന്നല്ലേ എല്ലാവർക്കും തോന്നുന്നത്. അതുകൊണ്ടല്ലേ അവിടെ പറയുന്നത് സുഖമായി ഉറങ്ങി എന്നാണ് പറയുന്നത്. അവിടെ ഒരു അഭാവവും ഇല്ല ഒന്നിന്റെയും. അപ്പൊ അപ്പോഴും പോലും മായയുടെ തലത്തിലാണ് സുഷുപ്തി പോലും. ജാഗ്രത സ്വപ്ന സുഷുപ്തികളെയാണ് നമ്മൾ മാറി മാറി അനുഭവിക്കുന്നത്. പൂർണ്ണാനുഭവമായ തുരീയം നമുക്കൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും സുഷുപ്തിയിൽ പോലും നമ്മൾ പൂർണ്ണാനുഭവം അറിയുന്നുണ്ട്. അതുപോലെ നമ്മളിലെ ഞാൻ ശ്രദ്ധിക്കൂ, ഞാൻ ഉണ്ട് എന്ന അനുഭവം പൂർണ്ണമായും ഒരു ചിന്തകളും ഇല്ലെങ്കിൽ അത് പൂർണ്ണാനുഭവമാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഞാനിൽ നിന്നും എന്റേത് എന്നുള്ളതിൽ കിടക്കും. പിന്നെ ഞാൻ ഇന്നാരാണ്, ഞാൻ ഇന്ന ആളുടെ മകനാണ്, എനിക്ക് ഇത്ര വയസ്സായി,
ഇങ്ങനെ ഞാൻ ശരീരത്തിൽ ജനിച്ചു, ശരീരത്തിൽ മരിച്ചു എന്നൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചിന്തിച്ച് നമ്മൾ അകന്നു പോയത് കൊണ്ടാണ് ഈ ഞാൻ നിസാരമായും ഒക്കെ തോന്നുന്നത്. പലർക്കും അതിന്റെ ഭ്രമമാണ്. സത്യം അറിയാവുന്നവര് വളരെ ചുരുക്കം. എന്തായാലും ഈ പൂർണ്ണമത ശ്രദ്ധിച്ചു നോക്കാം. അർത്ഥം എന്താണ്? പൂർണ്ണമതഃ, അത് പൂർണ്ണമാണ്. ഏത്? നമ്മൾ അറിഞ്ഞ സത്യം, ബോധം, സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം പൂർണ്ണമാണ്. എങ്ങനെ അറിയാം? അവനവന്റെ ഉള്ളിൽ ശ്രദ്ധിക്കൂ, അത് പൂർണ്ണമാണ്. എന്നിട്ട് പുറമേ നോക്കൂ, പൂർണ്ണമിതം, ഞാൻ അതിൽ നിന്നുകൊണ്ട് കാണുന്ന ഈ പ്രപഞ്ചം, ഇതം പ്രപഞ്ചം എന്നർത്ഥം, ഈ കാണുന്ന ഈ പ്രപഞ്ചം പൂർണ്ണമാണ്. സത്യം അറിയുന്ന ആളുടെ ആ ഒരു അനുഭവമാണ് ഈ പറയുന്നത്. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, ആ ബോധസ്വരൂപമായ പൂർണ്ണത്തിൽ നിന്നാണ് ഈ പൂർണ്ണം ഉദിച്ചിരിക്കുന്നത്, ഈ പൂർണ്ണം ഉണ്ടായിരിക്കുന്നത്. ബോധമുണ്ടോ? പ്രപഞ്ചമുണ്ട്. ബോധമില്ലയോ? പ്രപഞ്ചമില്ല. അപ്പോ അന്വയ വ്യതിരേക യുക്തി കൊണ്ട് നമ്മൾ അത് അറിയുവാണ്. ഇനി പറയണു പൂർണ്ണസ്യ പൂർണ്ണമാതായ, എന്നിട്ടോ ഈ പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം എടുത്തു മാറ്റിയാൽ, അതായത് വീണ്ടും ഇതെല്ലാം എവിടെയാണോ വന്ന് ലയിക്കുന്നത്, ഉണ്ടായി നിലനിന്ന് ലയിക്കുന്നതാണ് പ്രപഞ്ചം. അപ്പൊ പ്രപഞ്ചം ഉണ്ടായപ്പോ സത്യദർശിക്ക് അറിയാം ഇത് ബോധത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, ഇത് പൂർണ്ണമാണ്. ഇത് ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുമ്പോഴും സത്യദർശിക്ക് അറിയാം ഇതെല്ലാം വന്ന് ലയിക്കുന്നത് ബോധത്തിൽ തന്നെയാണ്. പൂർണ്ണസ്യ പൂർണ്ണമാതായ, എന്നിട്ടും സത്യദർശി എന്തനുഭവിക്കുന്നു? പൂർണ്ണമേവ അവശിഷ്യതേ, ബോധം മാത്രം അങ്ങനെ നിലനിൽക്കുന്നു. ഉണ്ടായി നിലനിന്ന് മറയുന്നതെല്ലാം പ്രപഞ്ചം, പക്ഷെ അതെല്ലാം ബോധത്തിൽ നിന്നുണ്ടായി നിലനിന്ന് മറയുന്നതാണ്. അതുകൊണ്ട് ഇവിടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ആ ഒന്നിനെ അറിയുന്നവന് ഇവിടെ യാതൊരു രീതിയിലും ഒന്നിലും ആകുലതയില്ല. സമുദ്രത്തിൽ എത്ര തിരയും പതയും കുമിളയും ഉണ്ടായി നിലനിന്ന് മറഞ്ഞാലും സമുദ്രം സമുദ്രം തന്നെ, അത് സമുദ്രജലം തന്നെ. ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടെ എന്തൊക്കെ ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോയാലും അത് ബ്രഹ്മസ്വരൂപമാണ്. സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം, അത് ഒന്നേ ഉള്ളൂ. സർവം കൽവിതം ബ്രഹ്മ, ഇവിടെ കാണുന്ന സകലതും ബ്രഹ്മം തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തും. അതിനെയാണ് നമ്മൾ മനനം കൊണ്ട് ഇത് നേടണം എന്ന് പറഞ്ഞത്. എല്ലാത്തിനെയും കാണുമ്പോൾ ഈ മനനയുക്തി ഉണ്ടാവണം. അഭാവം ഈ പറയുന്നത് പോലെ അനിത്യമായ വസ്തുവിനേ ഉള്ളൂ, നിത്യമായതിന് അഭാവമില്ല, പൂർണ്ണമാണത്. അതാണ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തില് 2ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിൽ 16ാമത്തെ ശ്ലോകം, നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോന്തഃ തനയോ തത്വദർശിഭിഃ എന്ന് പറഞ്ഞ ശ്ലോകം. അതായത് അസത്തിന് ഭാവമില്ല, അതിന് അഭാവമാണ്. സത്തിനോ ഭാവമേ ഉള്ളൂ, അത് പൂർണ്ണമാണ് എന്നാണ്. ഇത് രണ്ടു പറഞ്ഞ തത്വദർശികള് അവരാണ് യഥാർത്ഥത്തിൽ ആനന്ദമായിട്ടിരിക്കുന്നവർ. തത്വദർശികൾക്ക് ഇത് രണ്ടും അറിയാം. വിദ്യയും അവിദ്യയും അറിയുന്നവൻ മാത്രമേ സത്യത്തിലെത്തുകയുള്ളൂ. സംഭൂതിയെയും വിനാശത്തിനെയും അറിയുന്നവൻ മാത്രമേ സത്യത്തിലെത്തുകയുള്ളൂ. രണ്ടിനെയും അറിയണം. രണ്ടിനെയും അറിഞ്ഞ് ഈ പറഞ്ഞതുപോലെയാണ് ആദ്യം നമ്മൾ അറിയുന്നത് ആത്മാ അനാത്മാ വിവേകം. നിത്യമായത് ഏത്, അനിത്യമായത് ഏത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടാവണം. നിത്യാനിത്യ വിവേകം, ആത്മാ അനാത്മാ വിവേകം. അവസാനം എത്തി നിൽക്കുമ്പോ എന്താണ്? ആത്മാ അനാത്മാ നാസ്തി എന്നാണ്. ആത്മാവും അനാത്മാവുമായിട്ടൊന്നും ഇവിടെ വേർതിരിക്കാനില്ല, എല്ലാം ഒന്ന് തന്നെ എന്നാണ്. അപ്പൊ തുടക്കത്തിൽ അത് ഗംഭീരമായി നമ്മൾ അന്വേഷിച്ചു തുടങ്ങുമ്പോൾ ഈ സത്യത്തിനെ ബോധം ജഡം എന്ന രണ്ട് വസ്തുക്കളായി കണ്ടുപോകും. അല്ലെങ്കിൽ പ്രകൃതി മായ, പുരുഷൻ പ്രകൃതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയാണ് പോവുക. പുരുഷനും പ്രകൃതിയാണ് മായ എന്ന് വിളിക്കുക. അപ്പൊ ഇങ്ങനെയെല്ലാം കണ്ടുപോകും. അത് കഴിഞ്ഞ് അവസാനം എത്തുമ്പോൾ നമുക്ക് പിടികിട്ടും പൂർണ്ണമത പൂർണ്ണമിതം, അത് പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. ഈ ഇതം പ്രപഞ്ചം പൂർണ്ണമാണ്. എവിടുന്നുണ്ടായി? പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, ബോധത്തിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത്. ബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചം പെരുകി കാണപ്പെടുന്നത്. ഇതെല്ലാം പോയി മറഞ്ഞാൽ എവിടെ പോവും? അത് വീണ്ടും പോയി ബ്രഹ്മത്തിൽ തന്നെ ചേരും. അപ്പൊ പൂർണ്ണസ്യ പൂർണ്ണമാതായ, എന്നിട്ടോ പൂർണ്ണമേവ അവശിഷ്യതേ, ബോധം ഒരിക്കലും നശിക്കുന്നില്ല, അതൊരിക്കലും ജനിച്ചതല്ല, അത് പണ്ടേ ഉള്ളതാണ് എന്നാണ്. അജോ നിത്യ ശാശ്വതോയം പുരാണം എന്നാണ്. അങ്ങനെ ബോധസ്വരൂപമായ ബ്രഹ്മവസ്തുവിനെ വ്യക്തമായി മനസ്സിലാക്കിയാൽ ഈ സത്യത്തിനെ നമുക്ക് അനുഭവിക്കാം. അതുകൊണ്ട് മനനം പ്രധാനം. അതുകൊണ്ട് ഗുരു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി ഒന്നും കൂടി വിശദീകരിച്ച് പറയാനാണെങ്കിൽ വീണ്ടും പല ഉദാഹരണങ്ങൾ ഗുരു ഇവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്നവർക്കെല്ലാം ഇതിന് ഉദാഹരണമൊന്നും വേണ്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്ര കണ്ട് നമ്മൾ ഇതിലൂടെ ആഴത്തിൽ പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടാണ് ഒരു ജിജ്ഞാസു ഇതിനെ മനനം ചെയ്തതെങ്കിൽ ഇനി ഒന്നും പറയാനില്ല. പൂർണ്ണമത പൂർണ്ണമിതം, അത് പൂർണ്ണമാണ്, ഈ കാണുന്നതും പൂർണ്ണമാണ് എന്നാണ്. ഇനി അതിൽ പറയുന്നുണ്ട്, ഗണിതശാസ്ത്ര പ്രകാരം ഇതിനെ ഒന്ന് നോക്കിയിട്ട് ഗുരു പറയാണ്, പൂജ്യം എന്നത് പൂർണ്ണമാണോ എന്നാണ്. അതായത് നമ്മളൊരു വട്ടം ഇടുമ്പോഴാണ് പൂജ്യം.
അത് പൂർണ്ണമാണ്. നമുക്ക് കണ്ടാൽ അറിയാം. നമ്മൾ പൂർണ്ണത്തിന് അങ്ങനെയാണല്ലോ പറയുക. നമ്മൾ പൂർണ്ണചന്ദ്രൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോ പൂർണ്ണമായിരിക്കുന്നത്, അതുകൊണ്ട് പൂജ്യം പൂർണ്ണമാണോ? തീർച്ചയായിട്ടും പൂർണ്ണമാണ്. ഇനി പൂജ്യത്തിൽ നിന്നും പൂജ്യം എടുത്തു മാറ്റിയാലോ പിന്നെ എന്താ അവശേഷിക്കും? അപ്പോഴും നമുക്കറിയാം പൂജ്യത്തിൽ നിന്നും പൂജ്യം എടുത്തു മാറ്റിയാൽ പൂജ്യം തന്നെ അവശേഷിക്കും. അപ്പൊ ഗണിതശാസ്ത്രത്തിന് പോലും സമ്മതമാണ് ഈ തത്വം. ഇനി ഗണിതശാസ്ത്ര പ്രകാരം പൂജ്യത്തിന് വിലയില്ലെങ്കിലും പൂജ്യം എന്നതാണ് മറ്റു സകല അക്കങ്ങൾക്കും വില നൽകുന്നത്. പൂജ്യത്തിൽ നിന്നും 1 കൂട്ടി, പൂജ്യത്തിൽ നിന്നും 2 കൂട്ടി, പൂജ്യത്തിൽ നിന്നും 3 കൂട്ടിയാണ് 1, 2, 3, 3, 4, 5 എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ തുടക്കം എവിടെയാണെന്ന് ചോദിച്ചാൽ പൂജ്യത്തിൽ നിന്നാണ്. അപ്പൊ അത് തന്നെ പൂർണ്ണം എന്നാണ്. ഇവിടെ എല്ലാ സംഖ്യകളും മാഞ്ഞു കഴിഞ്ഞാൽ അവസാനം എന്ത് നിലനിൽക്കും? പൂജ്യം. അത് ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അവനവന്റെ യുക്തിക്ക് അനുസരിച്ചിട്ട് എടുക്കാം. അതിന് ഈ പറഞ്ഞ പോലെ കുട്ടികളിൽ വേണം ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ. നമ്മളെ പോലുള്ള അവർക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല. അത്രയോ ജീവിതാനുഭവം ഉണ്ട് ഇതെല്ലാം കാണാൻ. അപ്പൊ എന്തായാലും അവിടെ ഗുരു നമ്മളെ സഹായിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഇനി ഒരു ത്രികോണത്തിനെ കുറിച്ച് പറയാണ്. ഗണിതശാസ്ത്ര പ്രകാരം 2 ദൃഷ്ടാന്തം പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളൊരു ത്രികോണം എന്ന ആശയം, അതായത് 3 വശങ്ങളോടുകൂടി ചേർന്ന ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞാൽ ട്രയാങ്കിൾ, അത് പൂർണ്ണമാണ്. ഇനി എത്ര ത്രികോണം വേണമെങ്കിലും നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ആ ത്രികോണം എന്ന ആശയമാണ് ചോദിക്കുന്നത്. അതൊന്നല്ലയോ? അതെ, ഒന്നാണ്. ആശയം നോക്കൂ, ഉള്ളിലെ ത്രികോണം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാണ്. ഇനി ഇതറിയാമെങ്കിലേ ഏത് ത്രികോണത്തെയും ത്രികോണമായി തിരിച്ചറിയാനാവും. അതൊന്നു തന്നെയാണ്. അപ്പോ അങ്ങനെ എത്ര ത്രികോണങ്ങൾ വരയ്ക്കാം? എത്ര ത്രികോണങ്ങൾ വേണമെങ്കിലും വരയ്ക്കാം. ഒരു പോയിന്റ് ഇട്ടിട്ട് നമുക്ക് 3 വശങ്ങൾ വരച്ച് എത്ര ത്രികോണങ്ങളെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ പൂർണ്ണമായ ത്രികോണം എന്ന ആശയത്തിൽ നിന്നാണല്ലോ പൂർണ്ണമായ എല്ലാ ത്രികോണങ്ങളും ഉണ്ടായത്. 3 വശങ്ങൾ ചേർന്നിരിക്കുന്നതിനെ ഒരു ത്രികോണം, ട്രയാങ്കിൾ എന്ന് വിളിച്ചാൽ അതൊരു പൂർണ്ണമായ ആശയമായിട്ടാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. അങ്ങനെ ഒരു പൂർണ്ണമായ ആശയത്തിന്റെ ത്രികോണം എത്ര വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാം. അതിന്റെ വലിപ്പത്തിന് വ്യത്യാസം വരുത്തിക്കൊണ്ട് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്നിട്ട് ചോദിക്കുകയാണ്, ഈ ആശയത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേക ത്രികോണത്തിന് രൂപം നൽകിയത് കൊണ്ട് ആശയത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടാകുമോ? ഇത് പറയാൻ കാരണം സങ്കല്പ ശക്തിയിലാണ് ഇത് മുഴുവൻ നിൽക്കുന്നത്. ബോധമാണ് യഥാർത്ഥത്തിലുള്ള ആശയം. അതിൽ നിന്ന് എത്ര സങ്കല്പ രൂപങ്ങൾ ഉണ്ടായി മാറിയാലും, നാമരൂപങ്ങൾ ഉണ്ടായി മാറിയാലും അതിന് യാതൊരു കുറവും വരുന്നില്ല. ഇനി തത്വപരമായിട്ട് പറയുന്നു. തത്വപരമായ ഒരു ആശയത്തിന് എങ്ങനെ പറയാം? ഈ ആശയത്തിനെ പറയാണ്, പൂർണ്ണമായ ആത്മാവിൽ നിന്നാണല്ലോ ഈ പ്രപഞ്ചത്തിലുള്ള സകലതും രൂപം കൊള്ളുന്നത്. അപ്പോ ആ ആത്മാവ് പൂർണ്ണമാണ്. അതിൽ നിന്ന് രൂപം കൊള്ളുന്ന സകലതും സ്വയം പൂർണ്ണം തന്നെയാണ്. അതായത് നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ രീതിയിൽ പൂർണ്ണതയുള്ളവരാണ്. നോക്കിയാൽ മതി, നമ്മളെല്ലാം അമ്മമാരാണെങ്കിൽ ആ അമ്മയ്ക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങള് അമ്മയെ പോലെ പൂർണ്ണമാണ്. അമ്മമാരിപ്പോ 1, 2, 3, 4 മക്കളെ പ്രസവിച്ച അമ്മമാരാണെങ്കിലും നോക്കിയാൽ മതി, ഓരോ പ്രാവശ്യവും പൂർണ്ണമായതിനെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്നത്. അപ്പോ അതിൽ നമുക്ക് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? ഇല്ല. ആ ഉണ്ടാകുന്നതും പൂർണ്ണമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ വളരെ ലളിതമായ ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ഏതൊക്കെ ഉദാഹരണം, ദൃഷ്ടാന്തം പറഞ്ഞാലും ബ്രഹ്മത്തിന് ഉപമിക്കാൻ സാധ്യമേ അല്ലാന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടാണ് ഇതെല്ലാം തുടങ്ങുന്നത്. പിന്നെ നമ്മുടെ ചെറിയ ബുദ്ധിയിൽ ഈ ആശയം ഉൾക്കൊള്ളാൻ വേണ്ടി പലത് പറയുന്നു എന്ന് മാത്രം. ഇതിനും അപ്പുറം കടന്ന് അനുഭവം ഉള്ളവർക്ക് ഇതിനെല്ലാം വേണമെങ്കിൽ താല്പര്യമുള്ളത് എടുത്താൽ മതി, അല്ലാത്തത് തള്ളിക്കളയാം. ഇനി വീണ്ടും പറയുന്നു, ഗുരുവിൽ നിന്ന് ശിഷ്യൻ അറിവ് നേടുന്ന ആ ഒരു സന്ദർഭം. ഇപ്പൊ നമ്മൾ തന്നെ ഇതിനെ കേട്ടു, ഈ പുസ്തകം വായിച്ചു തുടങ്ങിയെടുത്താണോ നമ്മളിപ്പോ നിൽക്കുന്നത്? പൂർണ്ണമായി ഉൾക്കൊണ്ട എത്രയോ പേര് ഇതിനകത്തുണ്ട്. അപ്പൊ പൂർണ്ണമായ അനുഭവം തന്ന, ഇപ്പൊ ഇവിടെ സ്വാമി മുനിനാരായണ പ്രസാദ് ആണെങ്കിൽ സ്വാമി തന്ന ആ അറിവ് തന്നെ നമുക്ക് പൂർണ്ണമാണ്. സ്വാമിയുടെ അറിവ് അല്പമെങ്കിലും കുറഞ്ഞു? ഇതെല്ലാം നമ്മൾ അറിവായിട്ട് ഉൾക്കൊണ്ടെടുത്തപ്പോ സ്വാമിയുടെ അറിവിൽ കുറവ് വന്നിട്ടില്ല. അതിന്റെ അർത്ഥം ഗുരു ശിഷ്യന് ഉപദേശിക്കുന്നത്, ഗുരുവിന്റെ അറിവ് പൂർണ്ണമാണ്, ഗുരു ശിഷ്യന് ഉപദേശിക്കുന്ന അറിവും പൂർണ്ണമായാണ് എത്തുന്നത്. അപ്പൊ ഒരു ആശയത്തിൽ നിന്നും എത്ര വേണമെങ്കിലും നമുക്ക് നാമരൂപങ്ങളെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമ്മൾ ബോധത്തിനെ കാണുകയാണ്. ബോധത്തിൽ നിന്നും സങ്കല്പശക്തി ചലിച്ചാൽ എത്ര നാമരൂപങ്ങളെ വേണമെങ്കിലും ഇവിടെ ഉണ്ടാക്കാം. അതിനെയാണ് ആവിർഭാവം എന്ന് പറയുന്നത്. ആവിർഭാവം പോലെ തന്നെ തിരോധാനവും ഇവിടെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെ പോകും. അപ്പോ ഇനി ഒരു ഗുരു ശിഷ്യനും തമ്മിലുള്ളത് പറഞ്ഞാൽ, ഇനി ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വിളക്കിൽ നിന്നും വേറെ ഒരു വിളക്ക് കൊളുത്തിയെടുത്താൽ 2 ദീപനാളവും ഒരുപോലെ ഇരിക്കും. ആ കൊളുത്തിയെടുത്ത രണ്ടാമത്തെ ദീപം ഒരു അഭാവവും കാണിക്കില്ല. ആദ്യത്തെ പൂർണ്ണമായ ദീപം പോലെ തന്നെയാണ് അടുത്ത വിളക്ക് കൊളുത്തിയെടുക്കുമ്പോൾ അടുത്ത ദീപവും. അപ്പൊ ഇതെല്ലാം ഒന്ന് വിചാരം ചെയ്ത് നോക്കിയാൽ ഇവിടെ എല്ലാം ഇതുപോലെയാണ്. പൂർണ്ണമത
പൂർണ്ണമിതം. നമുക്കാണ് അഭാവം, നമ്മളാണ് ഇവിടെ കുറവ് കാണുന്നത്. എങ്ങനെ നമ്മൾ കുറവ് കണ്ടു? അജ്ഞാനം കൊണ്ട്, അവിദ്യ കൊണ്ട്. നമ്മൾ സത്യം അറിയാത്തത് കൊണ്ട് നമ്മളെല്ലാം വിചാരിച്ചു നമ്മൾ ശരീരത്തിലാണ്. ആ ശരീരത്തിന് ഉണ്ടായി നിലനിന്ന് മറയുന്നത് കൊണ്ട് പല അഭാവങ്ങൾ ഉണ്ടായിരിക്കാം. അത് ജനിക്കുന്നു, അത് വളരുന്നു, അത് കുറച്ചു കഴിയുമ്പോൾ ക്ഷയിക്കുന്നു, പിന്നെ നശിക്കുന്നു. അങ്ങനെയുള്ള ജഡസംസ്കാരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കുറവും കൂടുതലും അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. നീ ജഡമല്ല, ബോധമാവുന്നു, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണ സ്വരൂപം, സച്ചിദാനന്ദം. അത് തന്നെയാണ് പൂർണ്ണമായ ഭാവം. ഇങ്ങനെ ഒന്ന് മനനം ചെയ്ത് ഉറപ്പിച്ചു നോക്കൂ. പിന്നെ ഇവിടെ അഭാവം ഒന്നുമില്ല. നാം ശരീരമല്ല, അറിവാകുന്നു എന്നാണ്. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പും അറിവായ നാം ഉണ്ടായിരുന്നു. ഈ ശരീരം നശിച്ചാലും അറിവായ നാം ഇങ്ങനെ തന്നെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. ഇതൊന്നും മറക്കരുത് എന്നാണ്. ഗുരുവിന്റെ എല്ലാ ആശയങ്ങളും നമ്മുടെ ഉള്ളിൽ അഭാവമില്ലാത്തതായിരിക്കണം. ആ ആശയത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായ ഭാവം ഉൾക്കൊണ്ടു വേണം ഇനി മുമ്പോട്ടുള്ള ജീവിതം നയിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ ആയുസ് സഫലം. അതല്ലെങ്കിൽ അധന്യമായി പോകും. ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് ജീവിതത്തിനെ ധന്യമാക്കി വേണം കൊണ്ടുപോവാൻ. ഇനി ഗുരുവിനകത്ത് പറയുന്നത് ശാന്തി മന്ത്രത്തിനെയാണ്. 3 പ്രാവശ്യം ശാന്തി എന്ന് പറയുന്നതിന് 3 ദുഃഖങ്ങളിൽ നിന്നും ത്രാണനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് 3 തരം ദുഃഖങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. 3 ദുഃഖങ്ങളെ നമുക്ക് വിചാരം ചെയ്താൽ അറിയാവുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യത്തേത് ആദി ദൈവീകം, രണ്ടാമത്തേത് ആദി ഭൗതികം, മൂന്നാമത്തേത് ആധ്യാത്മികമായ ദുഃഖം. ഇങ്ങനെ 3 ദുഃഖങ്ങളാണ് നമുക്കുള്ളത്. ശ്രദ്ധിച്ചു നോക്കിയാൽ പഞ്ചഭൂതങ്ങളിൽ നിന്നും വരുന്ന ദുഃഖങ്ങളെല്ലാം ആദി ദൈവീകമാണ്. തടയാനേ സാധ്യമല്ല. ഇപ്പൊ തന്നെ നമ്മള് ബുറൈവി കൊടുങ്കാറ്റിനെയൊക്കെ കാത്തിരുന്നത് അറിയാം. അതായത് ഇതൊന്നും നമുക്കൊന്നും ചെയ്യാനേ പറ്റില്ല. ഉണ്ടായതായി നമ്മൾ കാണുന്നു. തടയാൻ ആർക്ക് സാധിക്കും? നമ്മൾ എടുക്കുന്നതെല്ലാം പ്രിക്കോഷൻസ് ആണ്. നമുക്ക് അപകടം വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ആണ്. അല്ലാതെ കാറ്റിനെ ഇല്ലാതാക്കാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല. അപ്പോ കൊടുങ്കാറ്റ്, പേമാരി, അഗ്നിബാധ, ഈ പറഞ്ഞതെല്ലാം പഞ്ചഭൂതങ്ങളിൽ നിന്ന് വരുന്നതെല്ലാം നമുക്ക് തടയാനേ പറ്റില്ല. അതെല്ലാം സഹിക്കുക തന്നെ. അതാണ് ആദി ദൈവീകം. അതിന് ശാന്തി വരട്ടെ എന്നാണ് ആദ്യത്തെ ശാന്തി. അടുത്ത ശാന്തി പറയുന്നത് ആദി ഭൗതികം, ചുറ്റുപാടുകളിൽ നിന്ന്. ചുറ്റുപാടുകളിൽ നിന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളിപ്പോ ജീവിക്കുന്ന സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കള്ളന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൃഗങ്ങളിൽ നിന്ന്, അതല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് ഗവൺമെന്റ് ഓർഡേഴ്സ് ചിലതെല്ലാം നമുക്ക് ഉണ്ടാക്കുന്ന രാജദുഃഖം. രാജഭരണം നടക്കുമ്പോൾ ആ സമയത്ത് രാജാവിൽ നിന്നുള്ള ദുഃഖമൊക്കെ ആദി ഭൗതികമായിട്ടാണ് കണക്കൂട്ടിയിരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഗവൺമെന്റിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ അപ്രിയങ്ങൾ, ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ആദി ഭൗതിക ദുഃഖങ്ങളാണ്. പിന്നെ ഒരെണ്ണമാണ് ആധ്യാത്മികം. അവനവന്റെ ശരീരവും മനസ്സും കൊണ്ടുണ്ടാകുന്ന ദുഃഖം. അവനവന്റെ ശരീരവും മനസ്സും ഉണ്ടാക്കുന്ന ദുഃഖം അവരവർക്ക് നിയന്ത്രിക്കാം. പക്ഷെ സത്യം അറിയണം. അപ്പൊ അത് ഉള്ളിൽ നോക്കിയാൽ മതി. മനസ്സ് ചിലതെല്ലാം ശരിയാണെന്ന് തോന്നിച്ചെയ്യും, ചിലതെല്ലാം തെറ്റാണെന്ന് തോന്നും. അപ്പൊ ചില ദുഃഖങ്ങൾ നമ്മൾ മുഖാന്തരം തന്നെ നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ തെറ്റായ സങ്കല്പം, തെറ്റായ അറിവ്, തെറ്റായ വാക്കുകൾ, തെറ്റായ പ്രവൃത്തികൾ, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് തന്നെ വിനയുണ്ടാക്കി. ഇങ്ങനെ തന്നെത്താൻ ഉണ്ടാക്കുന്ന ദുഃഖത്തെയാണ് നമ്മൾ ആധ്യാത്മിക ദുഃഖം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ 3 ദുഃഖങ്ങളും നമ്മളൊന്ന് മനനം ചെയ്ത് നോക്കിയാൽ ഇതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 ദുഃഖങ്ങളിൽ എല്ലാ ദുഃഖവും ഉൾക്കൊള്ളുകയും ചെയ്യും. ആലോചിച്ച് നോക്കിയാൽ മതി. ഇനി വേറൊരു ദുഃഖമില്ല. 4മതൊരു കാറ്റഗറി പറയാനില്ല. ഈ 3 ദുഃഖമാണുള്ളത്. നമ്മുടെ ഏത് ദുഃഖം എടുത്താലും ഈ 3 പട്ടികയിൽ വരും. ഇനി പറഞ്ഞു അടുത്തത്, ഇനി ഞാൻ മറ്റു ഉപനിഷത്തുകളും ഇതുപോലെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളും പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഹരിക്ക് തോന്നുകയാണ്. അപ്പൊ ഗുരു പറഞ്ഞു, ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചാലും ഗുരുക്കന്മാരുടെ വാക്കുകൾ കേട്ടാലും അതൊക്കെ അന്വേഷണത്തിന്റെ ആദ്യ പടിയേ ആകുന്നുള്ളൂ. ശ്രവണം മാത്രമേ ആകുന്നുള്ളൂ. ഇന്ന് നമ്മൾ ഇതിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇതിന്റെ എല്ലാം ശ്രവണം മാത്രമേ ആകുന്നുള്ളൂ. മനനം അവരവരുടെ ജോലിയാണ്. അപ്പോ ഇനി 2 പടികൾ കൂടിയുണ്ട്. ആദ്യത്തെ പടി മനനം. ശ്രവണം കഴിഞ്ഞാൽ മനനം. അത് കഴിഞ്ഞ് പറയാണ്, അത് കഴിഞ്ഞ് നിധിധ്യാസനം. അപ്പൊ ഗുരു പറയണു, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത തുടങ്ങിയ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതും സത്യദർശികളായ ഗുരുക്കന്മാർ എഴുതി വെച്ചിട്ടുള്ള വാക്കുകൾ വായിക്കുന്നതും അവ നേരിട്ട് ശ്രദ്ധയോടെ കേൾക്കുന്നതുമെല്ലാം ശ്രവണം. മനനം എന്നാൽ എന്ത്? മനനം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മന്ത്രത്തിന് നമ്മൾ പറഞ്ഞായിരുന്നു തുടക്കത്തിൽ തന്നെ, മനന ത്രാണാതിഥി മന്ത്രഹ. മനനം കൊണ്ട് നമ്മുടെ ദുഃഖത്തിനെ തരണം ചെയ്യണം. എങ്കിലേ അത് മന്ത്രമായിട്ട് എടുക്കുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ സാധാരണ പാട്ടുകളെ പോലെ എടുക്കാം, കവിതയോ ഒക്കെ ആയിട്ട് എടുക്കാം. നമ്മളെ ഏതെങ്കിലും ഒരു ശാസ്ത്രം, ഏതെങ്കിലും ഒരു ശ്ലോകം, ഏതെങ്കിലും ഒരു പദ്യം നമ്മളെ ഈ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ചെങ്കിൽ മാത്രമേ അതിനെ മന്ത്രമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ ഏതെങ്കിലും ശ്ലോകം അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ മന്ത്രമായി സ്വീകരിക്കാമെന്നും നമ്മൾ പറഞ്ഞു. ഇനി മനനം എന്ന് പറഞ്ഞാൽ സ്വന്തം യുക്തി വെച്ചുകൊണ്ട്,
ഈ കേട്ടറിഞ്ഞ വാക്കുകളുടെ ആന്തരികാർത്ഥം ഗ്രഹിച്ച് ധ്യാനാത്മകമായ അന്തർദൃഷ്ടിയോടുകൂടിയും അന്വേഷണം നടത്തണം. അതാണ് മനനം. ഇതിനെല്ലാം നമുക്ക് സാധിക്കും. ഇതിനൊന്നും പുറമേയുള്ള വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇതിനകത്തൊരു കാര്യമേ അല്ല. അല്ലെങ്കിൽ മുമ്പുള്ള ഏതെങ്കിലും നമ്മൾ പറയുമല്ലോ നമ്മുടെ എന്താ പറയാ മുമ്പിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഇതിനകത്ത് ഇരിക്കണം, അതൊന്നുമില്ല. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളിന് വേണമെങ്കിൽ സത്യം അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് മനനം ചെയ്യാവുന്നതാണ്. അതിന് ഒരു സംശയമില്ല. അങ്ങനെയൊന്നുമില്ല. അല്ലാതെ ഇത്ര കാലം നമ്മൾ ഭക്തിയോടെ ഇരുന്നിരിക്കണം, ഇത്ര കാലം നമ്മൾ കുറെ വ്രതം അനുഷ്ഠിച്ചിരിക്കണം, ഇത്ര കാലം ശാസ്ത്രഗ്രന്ഥം പഠിച്ചിരിക്കണം, അങ്ങനെയൊന്നുമില്ല. ഇതുപോലെ ഇത് കേട്ടാൽ ഉടനെ സത്യം ഇതാണല്ലോ എന്ന് തോന്നുകയും ഇതെനിക്ക് അറിയണമെന്ന് ആഗ്രഹം തോന്നുകയും വീണ്ടും നമ്മൾ ചിന്തിക്കുകയാണ്, ഇവിടെ എന്താണ് സത്യം, ഏതാണ് അസത്യം, എന്താണ് നിത്യ അനിത്യം, അങ്ങനെയൊക്കെ വിചാരം ചെയ്ത് നമുക്ക് വിവേകം ഉണ്ടായാൽ ചിലപ്പോ ഒരുപക്ഷെ പെട്ടെന്ന് വൈരാഗ്യം ഉണ്ടായെന്ന് വരും. വൈരാഗ്യം എന്ന് പറയുന്നത് ഈ കാണുന്ന ഭ്രമത്തിൽ നിന്നുമുള്ള ആദ്യത്തെ മോചനമാണ്. അതായത് ഇതിനോടെല്ലാം ഒരു വിരാഗം വരും. നമ്മൾ വിശ്വസിച്ച് കൂടെ കൂട്ടിയിരുന്ന ഈ ആസക്തി കൊണ്ട് തരുന്ന ഭോഗേച്ഛകളെല്ലാം നമ്മൾ പതുക്കെ വിട്ടു തുടങ്ങും. അതാണ് വൈരാഗ്യം. അതുകൊണ്ട് ഒരു കേട് വരാനില്ല. കുടുംബജീവിതത്തിനെയൊന്നും അത് ബാധിക്കില്ല. പലരുടെയും പേടി അതാണല്ലോ, ഇനി ബാക്കി എന്റെ കുടുംബം താറുമാറായി പോവില്ലേ ഞാൻ ഇതിലോട്ട് പോയാൽ എന്നാണ്. അതെല്ലാം സത്യം അറിയാതെ ചരിക്കുന്നവരുടെ രീതിയിലാണ് അതൊക്കെ വരുന്നത്. സത്യത്തിനെ അറിഞ്ഞ് ഇതെന്താണ്, ഇത് അന്തർമുഖമായി തന്റെ ഉള്ളിൽ സത്യം തിരയുന്നതാണ്. അതിന് പുറമെ കാണിക്കുന്ന ചേഷ്ടകളൊന്നും അത്ര പ്രധാനമൊന്നും അല്ല, അതിന്റെ ഒന്നും ആവശ്യം കൂടിയില്ല. പിന്നെ നമുക്ക് സൗകര്യമുണ്ട്, സാഹചര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ പഠിക്കാനോ പ്രഭാഷണങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനോ ഒക്കെ പറ്റുമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ കേട്ട സത്യത്തിനെ ഉള്ളിൽ മനനം ചെയ്യാൻ എന്താണ് തടസ്സമാവുന്നത്? ഒരാൾക്കും ഇതൊരു തടസ്സമല്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അതുപോലെ തന്നെ തുടരാം. ഒരു പ്രശ്നവും ഇല്ല. പകല് ഇതിനു വേണ്ടി കുറെ സമയം മാറ്റി വെക്കേണ്ട. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതൊക്കെ ചിന്തിക്കാം. ഇപ്പൊ എല്ലാം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അർപ്പണ ബുദ്ധിയോടുകൂടിയാണോ ചെയ്യുന്നത്? വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടല്ലേ നമ്മൾ വീട്ടുവേല പോലും എടുക്കുന്നത്. നോക്കിയാൽ മതി, വീട്ടു ജോലി ചെയ്യുന്ന അമ്മമാരൊക്കെ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ അവരുടെ മനസ്സെല്ലാം വേറെ എവിടെയാണ്. ഇപ്പൊ വാഹനം ഓടിക്കുമ്പോ എല്ലാവരും അതിനെ ശ്രദ്ധിച്ചാണ് ഓടിക്കുന്നത്. മനസ്സ് എവിടെയോ ആണ്. നമ്മുടെ കരണങ്ങൾ മാത്രമേ അതിനെ ശ്രദ്ധിക്കുന്നുള്ളൂ. മനസ്സ് അപ്പോഴും വേറെ എന്തോ ചിന്തിക്കുകയാണ്. അപ്പോ നമ്മൾ സദാസമയവും പക്ഷെ ഈ സത്യത്തിനെ കുറിച്ചാണ് വിചാരം ചെയ്യുന്നതെങ്കിൽ ഏകാഗ്രത കൂടുതലായിരിക്കും. ഒരു ജോലിയും ഒരിക്കലും അപൂർണമായി പോവില്ല. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈ സത്യം കൂട്ടിച്ചേർത്താണ് ചെയ്യുന്നതെങ്കിൽ അത്യന്തം പൂർണ്ണമായിട്ട് ഭവിക്കും. അതിലൊരു സംശയമില്ല. കാരണം പലത് ചിന്തിക്കുന്ന മനസ്സ് ഇപ്പൊ ഈ മനനം ചെയ്യാന്ന് പറഞ്ഞാൽ സത്യവസ്തുവിനെയാണ് മനനം ചെയ്യുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ചെയ്തു നോക്കിയാലേ പിടികിട്ടൂ. അതൊക്കെ ഒന്ന് പരിശീലിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരു പ്രയാസവും ഇല്ല. ഇത് അത്യന്തം ലളിതമാണ്. ട്രൂത്ത് ഈസ് വെരി സിമ്പിൾ എന്നാണ്. സത്യ അന്വേഷണം വളരെ എളുപ്പവും ലളിതവുമാണ്. ഇനി പറയുന്നു നിരിധ്യാസനം. നിരിധ്യാസനം എന്ന് പറയുന്ന മൂന്നാമത്തെ പടി. മനനം ചെയ്ത് കണ്ടെത്തിയതിനെ തുടർച്ചയായും ഏകാഗ്രമായും ധ്യാന വിഷയമാക്കി അതിനെ സ്വാനുഭൂതിയാക്കി മാറ്റുന്ന ഘട്ടമാണിത്. കണ്ടോ, ആ ഒരു പ്രധാനപ്പെട്ട ഘട്ടം. ഇനിയും പറയണു, ഇതിനെ ഒന്നും ഒരു കണക്കിനും ഇതിനെയൊന്നും കിട്ടാത്തതാണെന്നോ ബുദ്ധിമുട്ടാണെന്നോ കരുതരുത്. ഇത് അവരവർ സ്വയം നേടിയിരിക്കുന്ന അനുഭവമാണ്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമുക്കിത് കിട്ടാത്തതല്ല, നമ്മൾ മറന്നുപോയതാണ്. ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുന്നത് മറന്നുപോയതുപോലെയാണ്. താക്കോല് മടിയിൽ വെച്ചിട്ട് താക്കോൽ അന്വേഷിക്കുന്ന പോലെയാണ്. അതുപോലെ ബോധസ്വരൂപനായ ഭഗവാനെ ഉള്ളിൽ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ മനസ്സുകൊണ്ട് മറച്ച് കാണാതെ നടക്കുവാണ്. ആ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താനാണ് ഈ പറഞ്ഞ ശ്രവണം മനനം. മനസ്സ് ഏകാഗ്രപ്പെട്ട ഒരു പോയിന്റിൽ വന്നാൽ പുറകിൽ അങ്ങനെ നിറഞ്ഞു വിരാജിക്കുന്ന ഭഗവാനെ കാണാൻ പറ്റും. ബോധമായ ഭഗവാനെ, അറിവായ ഭഗവാനെ, അറിവേ സ്വരൂപമായ വസ്തു, ഉന്മ സ്വരൂപമായ വസ്തു, സ്വയം പ്രകാശിച്ച് സ്വയം ഉണ്ട് എന്നറിയപ്പെടുന്ന വസ്തു. ആ വസ്തുവിലാണ് നമ്മൾ സങ്കല്പിക്കുന്നതെന്നും കൂടി അറിഞ്ഞാൽ നമ്മൾ തന്നെയാണത്. ഇതറിയാനാണ് ഈ പറഞ്ഞ ഈ പ്രക്രിയയിലൂടെ എല്ലാം നമ്മൾ പോയത്. അതുകൊണ്ട് ഇതൊരിക്കലും ബുദ്ധിമുട്ടാണെന്നോ ഇത് കിട്ടുകയില്ലെന്നോ കരുതരുത്. നല്ല ധീരതയോടെ ശ്രവണ മനന നിരിധ്യാസനം ചെയ്യണം. അവസാനത്തെ അനുഭവത്തിൽ നമ്മൾ ഒന്നും പ്രയത്നിക്കേണ്ട കാര്യമില്ല. ശ്രവണവും മനനവും മാത്രമേ നമ്മുടെ പ്രയത്നമുള്ളൂ. അവസാനത്തെ ഘട്ടം അത് തനിയെ ഏകാഗ്രതയിൽ വരുന്നതാണ്. അത് അനുഭവിക്കുന്നവർക്കേ അറിയാം. പക്ഷെ ശ്രവണ മനനാദികൾ ചെയ്തിരിക്കണം. നല്ലവണ്ണം കേൾക്കുന്നത് അതും ഇതും കേൾക്കരുത്. ആരെങ്കിലും ഏതെങ്കിലും പറയുന്നത് കേൾക്കരുത്. ശ്രുതി തന്നെ കേൾക്കണം. ഉപനിഷത്താണോ എങ്കിൽ കേൾക്കാം. ശ്രീനാരായണ ഗുരുദേവന്റെ സകല കൃതികളും ശ്രദ്ധിച്ചു നോക്കൂ. എല്ലാം ഉപനിഷത്ത് ദർശനമാണ്. ഏതിലും ഉപനിഷത്താണ് പറയുന്നത്. അത് ദർശനമാലയാകട്ടെ, ആത്മോപദേശമാകട്ടെ, ആത്മോപദേശ ശതകമാകട്ടെ, ഏതും
എനിക്ക് എടുത്തു പറയാൻ ഇപ്പൊ പറഞ്ഞതെല്ലാം പറയേണ്ടി വരും. ഏറ്റവും കൂടുതൽ ഒരു ഉപനിഷത്ത് തന്നെ ദൈവദശകം. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ആ പൂർണ്ണത്തിൽ ആഴാം വാഴാം എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ആ ഒരു 10 ശ്ലോകം, അത് മാത്രം എത്രയോ പേര് ഉരുവിട്ട് ഉറക്കത്തിൽ പോലും ചോദിച്ചാൽ പറയാൻ പറ്റുന്നതാണ് ദൈവദശകം. പക്ഷെ അതിന്റെ ആ അന്തർധാര, അതായത് അകത്ത് എന്താണോ ആ ഒരു ഉപനിഷത്തിൽ ഒഴുകുന്നത്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്താണെന്ന്. അത് അന്തർമുഖമായി ഒന്ന് അന്വേഷിച്ചു നോക്കൂ. തന്നെ കാര്യമാണ്, തന്നെ കുറിച്ചാണ് ആ പറയുന്നത്. താൻ ഉള്ളിൽ കണ്ടെത്തുന്ന സത്യത്തിന്റെ പടികളാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മായയും മായാവിയും മായാവിനോദനും നീ തന്നെ, മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും നീ തന്നെ എന്ന് പറഞ്ഞാൽ നീ തന്നെ നിന്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ എന്ന ഉണ്ട് എന്ന അനുഭവത്തിനെ അന്തർമുഖമായി മനനരൂപേണ അന്വേഷിക്കുന്ന ആൾക്ക് ആ ഉൾക്കാഴ്ച ഉണ്ടാവും. ജ്ഞാനം തനിയെ പുറത്തു വരികയില്ല, അത് കാണാൻ കണ്ണുവേണം എന്നാണ്. കണ്ണിന് കാന്തി പോലെ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളെല്ലാം ശ്രദ്ധിച്ചു നോക്കൂ. ഉപനിഷത്ത് ദർശനമല്ലയോ ഗുരു പറഞ്ഞിരിക്കുന്നത്? വേറെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയേണ്ടി വരും നമ്മെ പോലുള്ളവർക്ക്. കാരണം അതിൽ വേറൊന്നും ഇല്ല. ബാക്കിയെല്ലാം നമ്മുടെ തലത്തിനനുസരിച്ച് നമ്മൾ ചെന്ന് ചോദിച്ചപ്പോൾ ഗുരു ഉപദേശിച്ചതാണ്. ഭാര്യാധർമ്മം എന്താണ്, കുടുംബധർമ്മം എന്താണ്, ഞാൻ എങ്ങനെ ജീവിക്കണം, ഒക്കെ സ്മൃതി രൂപേണൊക്കെ എഴുതി വെച്ചതൊക്കെ നമ്മളെ പോലെ ഗുരുവിന്റെ തലത്തിൽ പറഞ്ഞ ആ തലത്തിൽ വേദാന്ത ദർശനത്തിൽ എത്താൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെയുള്ള പുസ്തകങ്ങളെല്ലാം ഗ്രഹിച്ച ആളുകൾ എത്തേണ്ടത് ഗുരുവിന്റെ ഉപനിഷത്ത് ദർശനത്തിലാണ്. ഗുരുവിന്റെ ദർശനം നമ്മൾ കാണേണ്ടതല്ല, അനുഭവിക്കേണ്ടതാണ്. നമ്മളിന്ന് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഗുരു കണ്ട അനുഭവമാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളതെന്ന് അറിഞ്ഞാൽ ആ അനുഭവത്തിലെത്താൻ ഗുരു എഴുതി വെച്ച കൃതികൾ തന്നെ എത്ര അനുഗ്രഹമാണ്. അതെത്ര പറഞ്ഞാലും ഇതൊന്നും വെറും വാക്കല്ല. ഇതൊന്നും പറഞ്ഞാൽ ആർക്കും, ഈ പറയുന്നവർക്കൊക്കെ ഇതെന്തിങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. അങ്ങനെയല്ല, ആലോചിച്ച് നോക്കൂ. ഈ ഒരു ആദർശം, ആ ഭഗവാന്റെ ഗുരുവിന്റെ ദർശനം നമുക്ക് ഈ രൂപത്തിൽ ചൊല്ലി നടക്കാൻ തക്കവണ്ണം എഴുതി വെച്ചിട്ട് പോയതാണ്. അത് മന്ത്രമാക്കി തീർക്കൂ, അതിനെ തന്നെ മനനം ചെയ്യൂ. ഈശാവാസ്യ ഉപനിഷത്തിനെ ഗുരു മലയാളത്തിൽ തർജ്ജിമ ചെയ്തിരിക്കുന്നതിനേക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാണാപ്പാഠമാക്കി നമ്മൾ വെറുതെ ഉരുവിട്ട് നടന്നാൽ പോലും അതെല്ലാം നമുക്ക് അനുഭവമായി പോകും. ഇത് പറഞ്ഞപ്പോ ഓർക്കുകയാണ് ജന്മി നവരത്ന മഞ്ചരി ഒക്കെ അറിയേണ്ട പോലെ ഒന്ന് അറിഞ്ഞു നോക്കൂ. അതുപോലെ ഇനി എന്തുകൊണ്ട് മീനായതും ഭവതി, എനിക്കത് കാണാതെ നല്ലോണം അത്ര പറയാൻ പറ്റില്ല. മാനായതും ഭവതി മീനായതും, അങ്ങനെ പറഞ്ഞൊരു ശ്ലോകം. മീനായതും ജനനി എന്നൊക്കെ പറഞ്ഞിട്ട് നീ നാഗവും നഖഖം, ഈ കാണുന്ന എല്ലാം നീയാണെന്നാണ്. അവസാനം അതിൽ പറയുന്നുണ്ട് ഞാനായതും ഭവതി, അതായത് ഈ ശക്തി സ്വരൂപിണിയായ ദേവി സകലതുമായി നിൽക്കുന്നു എന്നാണ്. ആ ശക്തിയെ അറിഞ്ഞാൽ ശക്തനെ അറിയാം. അങ്ങനെ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഉപനിഷത്ത് ദർശനാണ്. ഗുരു അദ്ദേഹത്തിന്റെ ആ ഒരു കാവ്യഭംഗിയിൽ അതിനെല്ലാം എഴുതി അഹോ നാടകം നിഖിലവും എന്ന് പറഞ്ഞു. എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതെല്ലാം എന്ന് നമുക്കിതൊരു സ്വപ്നം പോലെ അനുഭവിക്കാൻ പറ്റുമോ അന്ന് മാത്രമേ നമ്മൾ ആ നിധിധ്യാസന അനുഭവം അറിയാൻ പറ്റുള്ളൂ. ഗുരുവിന്റെ ഗദ്യ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് എല്ലാം സ്വപ്നം എന്നേ കരുതേണ്ടു. അത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. കാരണം ഇതിനെയെല്ലാം നമ്മൾ ഗൗരവമായിട്ട് എന്താ പറയാ, ഈ ജഡത്തിനെ സംസ്കരിക്കാൻ നോക്കുകയാണ്. ജഡത്തിനെ സംസ്കരിക്കാൻ ഉദ്ദേശിച്ചത് ജഡത്തിൽ ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. നടക്കുകയില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു സ്ഥലത്ത് ഒരു നമ്മളെ വീട്ടിൽ ഒരു തറയിൽ അഴുക്ക് കിടക്കുന്നു. ഈ അഴുക്കിനെ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുന്നതിന് പകരം അഴുക്കിനെ എടുത്ത് സംസ്കരിക്കാൻ നിന്നാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെയാണ് ഈ ജഡത്തിനെ, ഈ മനസ്സിനെയൊക്കെ നമ്മൾ സംസ്കരിക്കാൻ നിൽക്കുന്നത്. മനസ്സേ ഇല്ല. എന്ത് സങ്കല്പം വരുമ്പോഴും അത് ബോധം തന്നെ, ഭഗവാൻ തന്നെ എന്ന് കരുതി തള്ളാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ചിന്തകളിൽ പിടിച്ചു പോയാൽ അപ്പൊ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഓരോ ചിന്തയും വരുമ്പോ ചിന്തയുടെ പിന്നാലെ അല്ല പോവേണ്ടത്, വിക്ഷേപങ്ങളുടെ പിന്നാലെ അല്ല പോവേണ്ടത്. ഈ ചിന്തിക്കുന്ന ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്യാം. അങ്ങനെ ഞാൻ ആരെന്ന അന്വേഷണം അവസാനം സത്യത്തിലെത്തിക്കും. ഇതിനെയാണ് ധ്യാനം, മനനം എന്നൊക്കെ പറയുന്നത്. ആ മനനം അവസാനം എത്തിച്ചേരുന്ന അനുഭവമാണ് നിധിധ്യാസനം. അതുകൊണ്ട് ഇതുവരെ കേട്ടറിഞ്ഞതിനെയൊക്കെ തന്റെ യുക്തി കൊണ്ട് നിരൂപണം ചെയ്ത് ഒരു ഉറപ്പിലെത്തണം. അതിനെ ധ്യാന വിഷയമാക്കി സ്വന്തം അനുഭൂതിയാക്കി മാറ്റണം. അപ്പോഴേ ഞാൻ സത്യം കണ്ടെത്തിയവനായി തീരുന്നുള്ളൂ. അങ്ങനെയുള്ള അനുഭൂതിയാണ് സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം, സത്യദർശനം എന്നൊക്കെ പല പേരുകളിൽ വിളിച്ചു പോരുന്നത്. ഇതിനെയാണ് അദ്വൈതാനുഭൂതി എന്ന് പറയുന്നത്, അഖണ്ഡാനുഭൂതി എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ ഇത്രയൊക്കെ അറിയാൻ സാധിച്ചത് തന്നെ നമ്മുടെ ജീവിതത്തില് അങ്ങേയറ്റം എന്തോ ഒരു വലിയ അനുഗ്രഹം ഉണ്ടായിട്ടാണെന്ന് അറിയണം. ഇതിനെ ഒരു ചെറിയ സന്ദർഭമാക്കി അല്ലെങ്കിൽ എന്തോ ഒരു ചെറിയ ആനുകൂല്യം എന്ന് കാണരുത്. ഭഗവാൻ അത്ര കണ്ട് അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു പുസ്തകത്തിനെ ഈ വഴിയിലൂടെ നമ്മൾ അപഗ്രഥിച്ചത്. ഏതോ ഒരു കാരണം കൊണ്ട് ഇപ്പം
എന്താണ് ശിവപ്രസാദ് സാറാണ് ഇനിഷ്യേറ്റീവ് എടുത്തതെങ്കിൽ പോലും അത് എന്തുകൊണ്ടാണ് നമ്മളിൽ എത്തിയത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. എനിക്ക് വേണമെങ്കിൽ ഇത് കേൾക്കാതെ പോകാമായിരുന്നു, നമുക്ക് വേണമെങ്കിൽ ഇത് ചർച്ച ചെയ്യാതെ പോകാമായിരുന്നു. സാധാരണ പോലെ ഇത് വീണ്ടും വീണ്ടും വായിച്ചു നോക്കിയിട്ട് തനിക്ക് തന്നെ തോന്നുന്ന യുക്തിയിൽ പലതും പറഞ്ഞു നടക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. തന്നെ പിടിച്ചിരുത്തി ഉപനിഷത്ത് യുക്തി പറഞ്ഞവൻ ആരാണ്, ആ സത്യത്തിന് തന്റെ ഉള്ളിൽ തെളിയിച്ചു തന്നവൻ ആരാണ് എന്ന് മറന്നു പോകരുത്. ആ തത്വം തന്നെ ഗുരു, അത് തന്റെ ഉള്ളിലുണ്ട്. പുറമേ കാണുന്ന ഒരു ഗുരു നമ്മളെ അന്തർമുഖമാക്കി തള്ളിവിട്ടാലും അകത്തു നിന്ന് ആ ഗുരുതത്വം നമ്മളെ പിടിച്ചു വലിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഈ സത്യം അറിയാതെ ജീവിച്ചിരിക്കുന്നത് എന്തിന്? ഈ സത്യം അറിയാതെ മരിച്ചു പോയാൽ എന്തായിരിക്കും നഷ്ടം? ആലോചിച്ച് നോക്കണം. ഈ ശാന്തി എന്തെന്നറിയാതെ നമ്മൾ ജീവിക്കുന്നത് തന്നെ ഈ ശാന്തി അന്വേഷിച്ചാണ് എന്ന ആ സത്യം അറിയാതെ പോയാൽ എന്തായിരിക്കും ആയുസ് തീരുമ്പോ തോന്നുന്നത്? അവസാന നിമിഷമൊക്കെ ചോദിക്കുമ്പോ എന്തിനു വന്നു, എന്താണ് ഇത്രയും കാലം ചെയ്തത്, ഒന്നുമേ അറിഞ്ഞുകൂടാ. അപ്പൊ ഏത് പ്രായത്തിൽ അറിഞ്ഞാലും വിഷമിക്കേണ്ട, ഈ പ്രായത്തിലാണ് അറിയേണ്ടത്. ചെന്ത് പറയും കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിലും കാര്യമില്ല, ഇപ്പോഴാണ് അറിയേണ്ടത്. ഇവിടെ എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ട്. ഈ കർമ്മങ്ങളെല്ലാം പ്രപഞ്ച പ്രവാഹമാണ് എന്നറിഞ്ഞ് തനിക്കൊരു പ്രത്യേക കർത്തൃത്വമോ പ്രത്യേക ആഗ്രഹമോ ഒന്നുമേ തോന്നണ്ട. ഇതിന്റെ കൂടെ നമ്മളും പോകുന്നു. എന്നിട്ട് ഇപ്പോ അറിഞ്ഞപ്പോ ആ സത്യം അറിഞ്ഞു പോകുന്നു. അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്നറിഞ്ഞ് എല്ലാവർക്കും തനിക്ക് ശാന്തി കൈവരട്ടെ, എനിക്ക് ശാന്തി കൈവരട്ടെ, സകലർക്കും ശാന്തി കൈവരട്ടെ എന്നാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നറിയുമ്പോ നമ്മൾ സത്യം അറിഞ്ഞവരായി. എല്ലാവരും വസുധൈവ കുടുംബകം, എല്ലാം ഒന്ന് തന്നെ, ഒന്നിനെയും വേറെ കാണുന്നില്ല. അതിന് താൻ തന്നെ കണ്ടെത്തി അവിടെ ശാന്തി അടഞ്ഞാൽ ഈ ലോകം മുഴുവൻ ശാന്തമായി പോകും. കാരണം ഈ ലോകം മുഴുവൻ തന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. തന്റെ ഉള്ളിൽ ശാന്തി വന്നാൽ സകലയിടത്തും ശാന്തി വരും, തനിക്കും അത് അനുഭവിക്കാം. അത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഇതിന്റെ ബാക്കി ഇനിയിപ്പോ അനുബന്ധം നമ്മൾ കർമ്മവും പുനർജന്മവും എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു ഫയലിലുണ്ടാവും. എന്തായാലും ഇത് ഇത്രയും ഒരു പൂർണ്ണമാക്കി 35 അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ ശാന്തി കൈവരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കും.